ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈലാഞ്ചി കിച്ചൺ. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആന്ധ്ര മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് നമ്മൾ സാധാരണ കടയിലാണ് വാങ്ങിച്ച് കഴിക്കാറുള്ളത്. വീട്ടിലാരും അത്രയ്ക്ക് ട്രൈ ചെയ്യാറില്ല. ഇത് കടയിലേതിനേക്കാളും നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്ത് വെക്കൂ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് വന്ന് ചേരുകയുള്ളൂ. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പ്, അതായത് 250 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അയമോദകം, 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 1/2 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് കളറിന്, ഇത് ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് 250 ഗ്രാം മൈദ, അതായത് ഏത് കപ്പിൽ നമ്മൾ വെള്ളം അളന്നോ ആ കപ്പിന് 1 കപ്പ് മൈദ ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടുപ്പ് സിമ്മിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. ഈ മാവെല്ലാം നല്ലപോലെ അബ്സോർബായി എടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കത്തില്ലേ, അതേ മെത്തേഡിൽ ഇങ്ങനെ നമ്മൾ അബ്സോർബ് ചെയ്ത് എടുക്കണം. എല്ലാ മാവും നല്ലപോലെ വേകണം. ഇപ്പം നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. നമ്മളിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം ഈ മാവ് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പരന്ന പാത്രം എടുക്കാൻ പറഞ്ഞത്. ഇത് നല്ല ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. നമ്മുടെ കൈ പൊള്ളും, സാരമില്ല, പക്ഷേ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുത്തെങ്കിലേ നമ്മുടെ മുറുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റിന് കിട്ടത്തുള്ളൂ, ക്രിസ്പിനെസ്സിന് കിട്ടത്തുള്ളൂ. ഇതുപോലെ നല്ല ചപ്പാത്തി മാവിൻ്റെ പദത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ മാവിൽ നിന്ന് ഒരു ചെറിയ ഉരുള എടുക്കണം. എടുത്തിട്ട് നമ്മുടെ 2 കൈയും വെച്ച് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ചെറിയ ഒരു കയറ് പോലെ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കണം. വളരെ നൈസായിട്ട് വേണ്ട, കുറച്ചൊരു കട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഒരേപോലെ ഇരിക്കണം. പക്ഷേ അങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഈ 2 സൈഡും കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അത് ഓരോന്നായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കാൻ ഒരുപാട് താമസിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ വലിയ ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് നല്ല കയറ് പോലെ, ഒരു റോപ്പ് പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതേപോലെ കയറ് പോലെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഒരു കത്തി യൂസ് ചെയ്ത് നമുക്ക് ഏത് സൈസിൽ വേണമോ അതേ കട്ട് ചെയ്തിട്ട് ഈ 2 സൈഡും നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയും ചെയ്യാം. ഇതും കുറച്ച് കഷ്ടമാണ് ചെയ്തെടുക്കാൻ. അതിനായിട്ട് ഒരു ഈസി മെത്തേഡ്, ഈ മുറുക്കുണ്ടാക്കുന്ന ആ ചില്ല് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഇതിലിട്ട് കൊടുത്തിട്ട് കുഴച്ച മാവ് ഒരു ഉരുള അതിലിട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നീളത്തിൽ ഇത് ചുറ്റിച്ചു കൊടുക്കണം. ചുറ്റിച്ച് നീളത്തിൽ മുറുക്ക് നീളമായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുക്കണം. ഇതേപോലെ എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നമ്മളിങ്ങനെ ചുറ്റിച്ച് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു കത്തി യൂസ് ചെയ്ത് ഏതളവിന് വേണോ ആ അളവിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം ആ കട്ട് ചെയ്ത പാർട്ടിയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ 2 സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പണി തീർത്തെടുക്കാവുന്ന ഒരു നല്ല സിമ്പിൾ ഐഡിയ ആണിത്. ഇപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ മാവും ഈ മുറുക്കിൻ്റെ ഷേപ്പിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ മുറുക്ക് ചുറ്റിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ഭാഗമായി കഴിയുമ്പോൾ, വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കണ്ണാപ്പയില്ല കരണ്ടി അതിങ്ങനെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. ഇത് കറക്റ്റായിട്ട് ഇത് ചെയ്തിരിക്കണം, എങ്കിലേ ആ ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടുപ്പ് സിമ്മി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണമായിട്ട് ക്രിസ്പിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മുറുക്ക് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള മുറുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ ആന്ധ്ര മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കണം. കുട്ടീസ് എന്നല്ല, വലിയവർക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.